ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ചികിത്സയുടെ മാസമാണല്ലോ കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നൊരു കർക്കിടക സ്പെഷ്യൽ ഉലുവാക്കഞ്ഞി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇത് നമ്മുടെ ഉമ്മാമയുടെ സ്പെഷ്യൽ ഉലുവാക്കഞ്ഞിയാണ് കേട്ടോ. സോ ബാക്കി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നമുക്ക് ഉമ്മാമയോട് തന്നെ ചോദിക്കാം. ഇതൊരു ഉലുവക്കഞ്ഞി വെക്കാൻ പോകുന്നതാണ്. ഇത് ഉലുവ, ഇത് തേങ്ങപ്പാൽ, ഇത് തേങ്ങ ഉപ്പിയത്, ഇത് പച്ചിരി, ഇത് ഉപ്പ്, പിന്നെ ലാസ്റ്റ് ഇടും വെള്ളം. ശേഷം ഞങ്ങൾ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചു. അതിനുശേഷം നല്ല പോലെ കഴുകിയ പച്ചിരിയും ഉലുവയും ആഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, അതിൻ്റെ പകുതി പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്യും. ബാക്കി പകുതി ഞങ്ങൾക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. സോ ഇത്രയും ചെയ്തതിന് ശേഷം കുക്കർ നല്ലപോലെ അടിച്ച് ഒരു 6 വിസിൽ വരുന്നവരെ അതൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. സോ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് നല്ല കളിയാണ് കേട്ടോ. അവർക്ക് തറവാട് നയിച്ചാൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ തറവാട്. ആൻഡ് ഞങ്ങളപ്പുറത്ത് ആ ഒരു ടൈം ഞങ്ങളപ്പുറത്ത് വെള്ളം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 വിസിലിന് ശേഷം നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. ഉപ്പ് ആഡ് ചെയ്തിട്ട് ബാക്കി വന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം ഞങ്ങൾ നേരത്തെ ഒരു കുറച്ച് തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ആഡ് ചെയ്തു. നല്ല പോലെ മിക്സ് ചെയ്യുക. ഏകദേശം നമ്മുടെ ഈ ഒരു ഉലുവാക്കഞ്ഞി പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്യുക. നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ആഡ് ചെയ്യുക. ഇതിങ്ങനെ തന്നെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഷുഗറുള്ള ആൾക്കാർക്കും അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ശർക്കര ആഡ് ചെയ്യാണ്ട് തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ആൻഡ് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡി. കൂടുതൽ നടുവേദന ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന് ബെസ്റ്റ് സാധനമാണ് ഇത് ഉലുവ. ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസിന് ഓൾവേസ് ഫോളോ ഡ്രീമി കസിൻസ്.